ഹലോ, ധന്യസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് സ്കൂളിലേക്കോ ഓഫീസിലേക്കൊക്കെ കൊണ്ടുപോകാനും അതുപോലെ തന്നെ കാലത്ത് എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിക്കാനും പറ്റിയൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ നമ്മളൊന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ ഈസിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മളിത് സ്റ്റഫ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 3 ഉരുളക്കിഴങ്ങും 2 ക്യാരറ്റും കുക്കറിലിട്ടിട്ടുണ്ട്. ഒരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ച് കത്തി കൊണ്ടൊന്ന് ഇതുപോലെ ഇങ്ങനെ കുത്തി കൊടുക്കണം. ഉരുളക്കിഴങ്ങിൻ്റെ ഉള്ളിലൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മുഴുവനായിട്ട് പുഴുങ്ങിയെടുക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ ഒരുപോലെ വെന്ത് വരും. അപ്പോൾ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുത്ത് നമുക്ക് ഇത് അടച്ച് വെച്ച് ഒരു 4 വിസിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടുത്തെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെന്ത ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇനി ഇത് 4 വിസിലൊക്കെ പോയി ഒന്ന് ചൂടാറിയ ശേഷം കുക്കർ തുറന്ന് നോക്കാം. നന്നായിട്ട് ക്യാരറ്റും ഉരുളക്കിഴങ്ങും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിൻ്റെ തൊലി പൊളിച്ചെടുക്കണം. നല്ലോണം വെന്തിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും കേട്ടോ. ഈ തൊലിയെല്ലാം പൊളിച്ച് നന്നായിട്ടൊന്ന് ഫ്രഷ് ആക്കി എടുക്കണം. ഇതിന് ഉരുളക്കിഴങ്ങിൻ്റെ തൊലി പോലെ തന്നെ ക്യാരറ്റിൻ്റെ തൊലി നമുക്കിതുപോലെ തന്നെ കളയാം കേട്ടോ. ഇത് നമ്മൾ തലേ ദിവസം ഓഫീസിലൊക്കെ പോകുന്ന ലേഡികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി. ഇനി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. കൈ കൊണ്ട് ഉടച്ചു കൊടുത്താലും മതി കേട്ടോ. ചെറിയൊരു ചൂടുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ബൗൾ വെച്ച് ഉടച്ചെടുക്കുന്നത്. ഇതെല്ലാം നന്നായിട്ട് ഉടച്ച് എടുക്കണം. അപ്പോൾ ഉരുളക്കിഴങ്ങ് പൊതുവെ നല്ലോണം വെന്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം ഉടച്ച് എടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഒട്ടും വെള്ളം ഉണ്ടാവരുത്. കൈ കൊണ്ട് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. നമ്മളെ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് ഇത് ഗോതമ്പ് പൊടിയാണ്, സാധാരണ ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നതാണെങ്കിൽ ഒന്ന് അരിച്ചെടുത്താൽ മതി. ഒരു 3 കപ്പോളം ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇത് അജ്വൈനാണ്. അജ്വൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയമോദകം, ഭയങ്കര മണമാണ് കേട്ടോ. ഇത് ഒരു പ്രത്യേക രുചിയാണ്. 1/2 സ്പൂണോളം എടുത്ത് ഇതുപോലെ ഒന്ന് ഞെരടിയിട്ട് ഇട്ട് കൊടുക്കണം. എന്നാലാണ് നല്ലൊരു മണമൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് കഫക്കെട്ടിനും ദഹന സംബന്ധമായിട്ടൊക്കെ നമ്മൾ സാധാരണ കഴിക്കുന്നതാണ് കേട്ടോ അജ്വൈൻ എന്ന് പറയുന്ന അയമോദകം. 1/2 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 1.25 കപ്പ് വെള്ളമാണ് ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ. നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് സാധാരണ പോലെ തന്നെ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കണ പോലെ തന്നെയാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കയ്യിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് 1 സ്പൂണോളം എണ്ണ തടവാം. അതല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിലിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്കിങ്ങനെ കുഴച്ചെടുക്കുകയും ചെയ്യാം. ഏതാണെങ്കിലും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുഴച്ചെടുത്തപ്പോൾ അതാ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് വരും. ഇതൊരു ബൗളിലേക്ക് വെച്ച് അടച്ചു വയ്ക്കണം. ഇനി ഞാനിവിടെ ഒരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒരു കഷ്ണം മുറിച്ചെടുത്താണ് കേട്ടോ. 2 കഷ്ണമാക്കിയിട്ട് 1/2 സ്പൂണോളം ക്യൂമിൻ സീഡ്, ജീരകം ഇതും കൂടി ഇട്ട് നന്നായിട്ട് ഇതിനെ ചതച്ചെടുക്കണം കേട്ടോ. നല്ലോണം ചതച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല. ഒരുപാട് മസാലയൊന്നുമില്ല. ഞാനൊരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. കടായിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരു 2-3 സ്പൂണോളം സൺഫ്ലവർ ഓയിലും 1/2 സ്പൂണോളം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ജീരകവും ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂണോളം ഗരം മസാലപ്പൊടി, അത് ഓപ്ഷനിലാണ്, ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ജീരകം തന്നെ നല്ല മണമായിരിക്കും കേട്ടോ. ഇനി ഇതിനെ വളരെ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് ഞാൻ എളുപ്പത്തിൽ കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിലാക്കി കൊടുക്കുന്നതാണ് കേട്ടോ എല്ലാവർക്കും. ഇത് വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന സമയത്താണെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ വളരെ നല്ലതാണ്. ഒരു പണിയുമില്ല. നമ്മുടെ സ്റ്റഫിങ് ആദ്യം ഉണ്ടാക്കി ഒന്ന് ഫ്രിഡ്ജിൽ അടച്ചു വെച്ചാൽ മതി. ഒരു 2 ദിവസം 3 ദിവസമൊക്കെ വരെ ഇരിക്കും കേട്ടോ. നന്നായിട്ട് അടച്ചു വെച്ചാൽ മതി. ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെയുള്ള കൂട്ടും ഒരു 1/4 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിനെ നന്നായിട്ട് ഒന്ന് ഉടച്ച് നമ്മൾ ഈ വഴറ്റിയെടുത്തിട്ടുള്ള ഈ കൂട്ടുണ്ടല്ലോ, നമ്മൾ ഗരം മസാലയും ഇഞ്ചിയും അതെല്ലാം കൂടെ ഇതിലൊന്ന് മിക്സായി വരുന്നവരെ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ.
ഞാൻ സാധാരണ ഇത് ചെയ്തെടുക്കുന്നത് ഒരുമിച്ച് ഉണ്ടാക്കാറില്ല. ഇത് തലേ ദിവസം തന്നെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ട് ഈ സ്റ്റഫ് ഉണ്ടാക്കി വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറാണ്. അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് ജോലി എളുപ്പമാണ്. കാലത്ത് നമുക്ക് ഈ ചപ്പാത്തിയുടെ ബേസ് മാത്രം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇനി വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതിനെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ച് യോജിപ്പിച്ചെടുക്കാൻ കേട്ടോ. നല്ല മണമാണ്, ഒരുപാട് മസാലകളൊന്നും ഇല്ലാതെ തന്നെ നല്ല മണമാണ്. ഇനി ഇതിലേക്ക് അവസാനം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 പിടിയോളം മല്ലിയിലയാണ് കേട്ടോ. ഇത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രുചിയോ മണമൊക്കെയാണ് കേട്ടോ. അപ്പോൾ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി വരുന്നവരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിൽ കഴിയുന്നതും വെള്ളത്തിൻ്റെ അംശമൊന്നും ഒട്ടും ഇല്ലാതിരിക്കുന്നതാണ് കേട്ടോ കുറച്ചുകൂടെ നല്ലത്. എന്നാലാണ് നമുക്ക് സ്റ്റഫ് ചെയ്ത് കുഴച്ചെടുക്കുമ്പോൾ ഇത് പൊട്ടാതിരിക്കുള്ളൂ, ഇങ്ങനെ ഗ്യാപ്പ് വീഴാതിരിക്കുള്ളൂ. ഇതിപ്പോൾ ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ച് ഞാനിവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാറി വരണം. ചൂടാറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് നേരത്തെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് എടുത്ത് വയ്ക്കാവുന്നതേ ഉള്ളൂ ഫ്രിഡ്ജിൽ. അപ്പോൾ ഒരു സ്പൂണൊക്കെ മതിയാവും കേട്ടോ നമുക്കിത് സ്റ്റഫ് ചെയ്ത് ഉണ്ടാക്കുമ്പോൾ. ഇനി നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചപ്പാത്തിയുടെ മാവാണിത്. ഇതിൽ നിന്ന് സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് എടുക്കുന്ന മാവിനെക്കാട്ടിൽ കുറച്ചും കൂടി ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കണം. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ നമ്മളെ കൈ ഒന്നിങ്ങനെ ഗോതമ്പ് പൊടിയിൽ ഒന്ന് ഡിപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമ്മൾ കൈപ്പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കുഴിയെടുക്കില്ല, ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് വളരെ എളുപ്പമാണ്, നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഞാൻ നേരത്തെ എടുത്ത പോലെ തന്നെ ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഗോതമ്പ് പൊടി ഒന്ന് ജസ്റ്റ് ഇതിൻ്റെ മേളിലിങ്ങനെ ഒന്ന് കയ്യിൽ ഒട്ടാതിരിക്കാനാക്കി കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഇതിനെ ഫില്ല് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ വളരെ എളുപ്പമാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. സാധാരണ ഇതൊരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്. ആലു പറോട്ട എന്നാണ് ഇതിന് പറയുക കേട്ടോ. അപ്പോൾ ഇത് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി പലകയിലിട്ട് ഇതിനെ പരത്തിയെടുക്കണം. അതിൻ്റെ മുന്നേ ചപ്പാത്തി പൊടിയിലിട്ട് ഒന്നിങ്ങനെ ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ പരത്തിയെടുക്കണം. കുറച്ചൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇതിൻ്റെ ഉള്ളിലുള്ള സ്റ്റഫിങ് ഒന്ന് തള്ളി വന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് പരത്തിക്കൊണ്ട് തന്നെ ഇരുന്നാൽ മതി കേട്ടോ. ഇതിങ്ങനെ ഒരുപാട് ഇങ്ങനെ പൊട്ടി വരുമൊന്നുമില്ല. ഞാനിങ്ങനെയാണ് ചെയ്തെടുക്കാറ് കേട്ടോ. ശരിക്കും ഇത് കഴിച്ചാലാണ് ഇതിൻ്റെ രുചി അറിയുള്ളൂ. അപ്പോൾ ഇത് സ്കൂളിൽ കൊടുത്തു വിടാൻ എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ ഞാൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസിൻ്റെ കൂടെ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിച്ചോളും. അപ്പോൾ നന്നായിട്ട് ഈ ഒരു രീതിയിൽ പരത്തിയെടുത്തിട്ടുണ്ട് കണ്ടോ. സ്റ്റഫിങ് ഒന്നും കൂടുതലൊന്നും ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ടില്ല, നല്ല തിന്നായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നല്ല ചൂടായിട്ടുള്ള ചപ്പാത്തി തവയിലേക്കോ അല്ലെങ്കിൽ ചപ്പാത്തി കല്ലിലേക്കോ ഇട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. ആദ്യം തന്നെ ഒന്ന് വെന്തതിന് ശേഷം മാത്രമേ മറിച്ചിടാവൂ, ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സ്റ്റഫിങ് പുറത്തേക്ക് വരും. എന്നിട്ട് നമുക്ക് സൺഫ്ലവർ ഓയിലോ നെയ്യോ ഏതാണോ ഇഷ്ടം അതൊന്ന് ഇതിൻ്റെ മേളിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് വെറുങ്ങനെ ചുട്ടെടുക്കരുത്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഇതുപോലെ എണ്ണ തൂവി കൊടുക്കണം ഇതിൻ്റെ മേളിൽ 2 സൈഡിൽ. ശരിക്കും ഇങ്ങനെ കറക്റ്റായിട്ട് ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ ഒരു അതുപോലെ പൊങ്ങി വരും. നമ്മൾ ഈ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരില്ലേ, അതുപോലെ വരും കേട്ടോ. അപ്പോൾ 1-2 തവണ തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. അതാ ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് പൊങ്ങി വരും. അപ്പോൾ നമ്മുടെ നല്ല സ്റ്റഫ് ചെയ്തിട്ടുള്ള ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആലു പറാട്ട, നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ആലു പറാട്ടയാണ് കേട്ടോ. ബാക്കിയുള്ളതും കൂടെ ഈ ഒരു രീതി തന്നെ ഉണ്ടാക്കിയെടുക്കണം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റാം. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഞാനിതുപോലെ തന്നെ കുഴച്ച് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എണ്ണ തൂവി കൊടുക്കണം, അത് നിർബന്ധമാണ്, എന്നാലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവുള്ളൂ. ഒരു പ്രത്യേക മണമൊക്കെയാണ് നമ്മുടെ കിച്ചണൊക്കെ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കേട്ടോ. നമ്മൾ സാധാരണ ചേർക്കുന്ന മസാലകളൊന്നും തന്നെ ഇതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ മുഴുവനായിട്ട് നമ്മളിത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ അറിയിക്കണേ. ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.